കഥ സഖി പാർട്ട് 3. നച്ചു കോളിംഗ്. ദേവേട്ടാ! ആർത്തലച്ചും കൊണ്ടുള്ള കരച്ചിലായിരുന്നു ആദ്യം കേട്ടത്. ദേവന് തല ആകെ പെരുകുന്നത് പോലെ തോന്നി. നന്ദനും ജോയും എന്തോ മനസ്സിലായി എന്ന മട്ടിൽ എൻ്റെ തോളിൽ കൈവച്ചു. എന്നെ വേണ്ടാന്നോ പറഞ്ഞോ? ഉയരുന്ന ഏങ്ങലടി മനസ്സിനെ പൊള്ളിച്ചു. നച്ചു, നിർത്തുന്നുണ്ടോ നീ? ദേവൻ വേഗം ഗൗരവത്തിലായി. അറിയാം, എന്നോട് ഇഷ്ടമില്ലാണ്ട് അല്ലേ ഞാൻ ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ടല്ലേ? പിന്നെയും കരച്ചിലിൻ്റെ ശബ്ദം. നച്ചു, ഒന്ന് നിർത്തുന്നുണ്ടോ നീ? എന്നെ ചുമ്മാ ഇറിഗേറ്റ് ചെയ്യല്ലേ, അല്ലെങ്കിൽ തന്നെ ദേഷ്യം വന്ന് നിൽക്കാൻ ഞാൻ. ദേവൻ്റെ ശബ്ദമുയർന്നു. ഇല്ല, വരണില്ല. ഇയാളെ ദേഷ്യം പിടിപ്പിക്കാൻ ഇനി നച്ചു വരില്ല. അതാ നല്ലത്, പോയി തുലയെ, ദേഷ്യത്തോടെ പറഞ്ഞു. നിർത്തുമ്പോഴേക്കും മറുവശത്ത് ഫോൺ ഏങ്ങലടിയോടെ കട്ടാവുന്നത് അവനറിഞ്ഞു. ദേവ, എന്താ ഇതൊക്കെ? നന്ദൻ അവൻ്റെ അരികിലേക്ക് വന്നു. ഒക്കെ പറയാം, നമുക്ക് ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. ആദ്യം എന്തേലും കഴിക്കാം, വല്ലാത്ത വിശപ്പ്. ദേവൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. പുറകെ മറ്റു രണ്ടുപേരും നടന്നു. ദേവ, എന്താ പറ്റിയേ? നോക്കിയപ്പോൾ ഗായുവാണ്. കുളിച്ച് വേഷം മാറ്റിയിട്ടുണ്ട്. കണ്ണിൽ മഷിയില്ലാതെ, നെറ്റിയിൽ പൊട്ടില്ലാതെ, എന്നുമുള്ള ചന്ദനക്കുറിയില്ലാതെ വേറെ ഒരു ഗായു. കണ്ണിൽ അപ്പോഴും ആ നിർവികാരത ഉണ്ട്. ആർക്കും ഒന്നും പറ്റില്ല, നീ വാ കഴിക്കാം. ജോ വേഗം അവളെ ചുമലിൽ പിടിച്ച് തള്ളിക്കൊണ്ട് കസേരയിൽ കൊണ്ടുചെന്നിരുത്തി. ചൂടുള്ള നെയ്യിൽ മൊരിച്ച ദോശയ്ക്ക് മീതെ അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി വിതറിയിട്ടുണ്ട്. ഒപ്പം ഉള്ളിസാമ്പാറും. വിശപ്പ് താനെ വന്നു. എല്ലാവരും കഴിച്ചു. ഗായു മാത്രം വിരൽ ഇട്ടു ഇളക്കി ഇരുന്നേ ഉള്ളൂ. ദേവൻ്റെ തീ പാറുന്ന നോട്ടം ചെന്നതും നുള്ളിപ്പെറുക്കി ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഗായുവിനെയും കൊണ്ട് ഊഞ്ഞാലിൽ ചെന്നിരുന്നു. ഗായു! ആർദ്രമായി അവൻ വിളിച്ചതും അവൻ്റെ ചുമലിലേക്ക് അവൾ ചാഞ്ഞു. അവൻ ബലമായി അവളുടെ മുഖം പിടിച്ചുയർത്തി. മുഖം ഒളിപ്പിക്കാനല്ല, എൻ്റെ കണ്ണിലേക്ക് നോക്കുക ഗായു. അതെന്താണ്? മാഷച്ചൻ്റെ ചീതകത്തി തീർന്നിടത്തേക്ക് അവൻ വിരൽ ചൂണ്ടി. നീ വിശ്വസിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. അച്ഛനില്ല മോളെ, നീ അത് അംഗീകരിച്ചേ പറ്റൂ. ദേവൻ്റെ കണ്ണ് പറഞ്ഞു തീരുമ്പോഴേക്കും നിറഞ്ഞിരുന്നു. നിഷേധിച്ച് തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകാൻ ആഞ്ഞ അവളെ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി. ഞാൻ പറയുന്നത് നീ കേൾക്കണില്ലേ? എടി, മാഷച്ചൻ മരിച്ചു പോയെന്ന്. ദേവൻ്റെ അലറിങ്ങൊണ്ടുള്ള പരച്ചിൽ കേട്ടതും നന്ദനും ജോയും പാഞ്ഞു വന്നു. നന്ദാ! അലറിങ്ങൊണ്ട് ഗായു നന്ദനെ ഇറുകെ പിടർന്നു. കേട്ടില്ലെന്നെന്താ ദേവൻ പറയുന്നത്? എൻ്റെ അച്ഛൻ ഇനി തിരിച്ചു വരില്ലെന്ന്. ഏങ്ങിക്കരയുന്നവളെ ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയാതെ അവൻ അവളുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു. 3 പേരും ഗായുവിൻ്റെ കരച്ചിൽ നെഞ്ചുപൊടിയുന്ന വേദനയോടെ കണ്ടുനിന്നു. അവസാനം ബോധം മറിഞ്ഞ് കയ്യിലേക്ക് വീണവളെ ജോ താങ്ങിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി. ഉമ്മറത്ത് വന്നിരുന്നു ദേവൻ വീട്ടിലുണ്ടായ കാര്യങ്ങൾ മുഴുവനും കൂട്ടുകാരോട് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തു ചെയ്യും ദേവാ? നന്ദൻ ആകാംക്ഷയോടെ അന്വേഷിച്ചു. എല്ലാവർക്കും ഒരു ചേഞ്ച് നല്ലതാണ്. ഞാൻ അതുകൊണ്ട് ഗായുവിനെയും കൂട്ടി പൂങ്ങമ്പങ്കലത്തേക്ക് പോവാമെന്ന് കരുതുകയാണ്. ചെമ്പകശ്ശേരിയിൽ നിന്ന് മാത്രമേ അച്ഛൻ എന്നെ വിലക്കാൻ പറ്റൂ. ദേവൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. അല്ലെങ്കിലും ഈ തന്തമാരൊക്കെ കണക്കാടാ. അങ്ങേര് പോയി പണി നോക്കട്ടെ. ഉമ്മക്ക് പോവടാ. ജോ ഉഷാറായി. നീയും ഇവരും ഒക്കെ പോയാൽ ഞാൻ തനിച്ചാവും. നന്ദൻ വേവലാതി കൊണ്ടു. ഞങ്ങൾ ചെന്ന് ഒന്ന് സെറ്റാവട്ടെ. നീ പതുക്കെ അങ്ങോട്ട് ഏതേലും ഒരു സ്കൂളിലോട്ട് ട്രാൻസ്ഫർ വെക്ക്. എല്ലാം ശരിയാവട്ടോ, ദേവൻ പ്രത്യാശയോടെ പറഞ്ഞു. എന്തായാലും ഇത്രയുമൊക്കെ ആയി. നമുക്ക് അമ്മയെ കൊണ്ടൊരു ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുപ്പിച്ചാലോ? ജോ സീരിയസ് ആണ് പറയുന്നേ. പുല്ലേ, തെണ്ടിത്തരം പറയുന്നോ? ദേവൻ ചൂടായി. അയ്യേ, ഇവരിത് എന്തോന്നാ വാശി വേണേ വാശി. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, തന്തയോട് തെറ്റിപ്പോന്നാൽ പിന്നെ പണി കൊടുക്കണം. അതിനൊക്കെ ലാലേട്ടൻ കടുവ തോമാച്ചൻ ഷർട്ടിൻ്റെ കയ്യല്ലേ മുറിച്ചു മാറ്റിയത്? തന്നെയല്ല, അമ്മ കൂടെ ഉണ്ടെങ്കിൽ നല്ല ഫുഡും കിട്ടും. ജോ മോഹൻലാലിൻ്റെ സ്ഫടികം സിനിമ മനസ്സിൽ ഓർത്തുകൊണ്ട് പറഞ്ഞു. നീ വിളിച്ച് ഒക്കെ നിർത്തിയേ. ഞാൻ ഇവിടെ അമ്മയുടെ അക്കാര്യമൊക്കെ എങ്ങനെ പറയും എന്നോർത്തിരിക്കുക. ദേവൻ തിണ്ണയിലേക്ക് കാലു നീട്ടി വെച്ചു. കൈ രണ്ടും തലയ്ക്ക് പിന്നിലേക്ക് പിണച്ചു വെച്ചും കൊണ്ട് ചാരിയിരുന്നു. അമ്മ മാത്രമല്ലല്ലോ ദേവ, വേറൊരു വലിയ പ്രശ്നം മുന്നിലില്ലേ? നച്ചു, നന്ദൻ ഓർമ്മിച്ചു. അച്ഛൻ അമ്മാവനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തെന്നറിയില്ല. നമുക്ക് പറയാൻ അവൾ സാവകാശം തരണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയുന്നത് കേൾക്കണ്ടേ? അല്ലെങ്കിലും അവളുടെ അരപ്പിരി പോയിരിക്കുക. ദേവന് ആലോചിക്കും തോറും ദേഷ്യം വന്നു. നിന്റെ മുറപ്പെണ്ണായതുകൊണ്ട് പുകയത്തി പറയാമെന്ന് കരുത്. അതിൻ്റെ ഏതാണ്ട് മുഴുവൻ പിരിയും പോയി കിടക്കുക. ജോ വേഗം ദേവനെ അനുകൂലിച്ചു. ഗായുവിൻ്റെ ശബ്ദം കേട്ട് 3 പേരും സംസാരം നിർത്തി വേഗം അകത്തേക്ക് ചെന്നു. ചെല്ലുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ പദം പറഞ്ഞ് കരയുകയാണ് ഗായു. കരയട്ടെ, കരഞ്ഞു പുറത്തേക്ക് ഒഴുകിക്കളയട്ടെ ഉള്ളിൽ കൂടുകൂട്ടി വെച്ച സങ്കടങ്ങൾ. അമ്മ പാവം, ഇന്നലെ തൊട്ട് ഓടുന്നതാണ്. ഈ വീട്ടിലെ കാര്യം കൂടി അറിയുമ്പോൾ അച്ഛനും ഞാനും മാത്രം ഉള്ളൊരു ലോകമാണ് അമ്മയുടേത്. അമ്മയ്ക്ക് മാത്രമായി ഇഷ്ടങ്ങൾ ഒന്നും തന്നെയില്ല. ചുറ്റുമുള്ള എല്ലാത്തിനോടും സ്നേഹം മാത്രം. ഒരുപാട് നേരം കരഞ്ഞു ഗായു പതുക്കെ നോർമലായി. ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചത്. അമ്മയുടെ വക മോര്, പുളിശ്ശേരി, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, മുളക് കൊണ്ടാട്ടവും ഒക്കെയായി രസിക്കാൻ ഓണ്. എൻ്റെ അമ്മേ, ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അമ്മയെപ്പോലെ ഒരാളെ കെട്ടു. ജോ പറഞ്ഞു കേട്ട് ദേവൻ കണ്ണുരുട്ടി. അമ്മയുടെ കൈപ്പുണ്യത്തിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അവൻ വേഗം തിരുത്തി.
അമ്മ ചിരിയോടെ ഒന്ന് നീങ്ങി. അമ്മ അല്ലെങ്കിലും ഒരുപാട് ഒന്നും സംസാരിക്കില്ല, പക്ഷേ ഞങ്ങളുടെ ചിരി നിമിഷങ്ങൾ എല്ലാം ആസ്വദിക്കും. അമ്മേ, ഇനിയും നിന്നാൽ ശരിയാവില്ല. അമ്മ റെഡിയാവും, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കഴിച്ചു തീർത്തു ഞാൻ എഴുന്നേറ്റു. അതെങ്ങനെ ശരിയാവും ദേവ? മോളെ ഒറ്റയ്ക്ക് വിട്ട് പോകാനൊക്കുമോ? ഒന്നിച്ചിറങ്ങാം നമുക്ക്, അമ്മ വേവലാതിയോടെ പറഞ്ഞു. അതിന് ഞങ്ങൾ ചെമ്പകശ്ശേരിയിലോട്ട് വരുന്നില്ല അമ്മേ. ഞാനും ജോയും ഗായും ഒന്നിച്ച് പൂമംഗലത്തേക്കാണ് പോകുന്നത്. നന്ദൻ പതിയെ വന്നോളൂ. ജോയ്ക്ക് പിന്നെ വർക്ക് ഫ്രം ഹോം ആണ്, ദേവൻ വിശദീകരിച്ചും കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ ആര് തീരുമാനിച്ചു ദേവ? നിങ്ങൾ 3 ആൺപിള്ളേരും മോളും മാത്രമായിട്ട് എങ്ങനെയാണ് അത്? നമുക്ക് സംശയം മാറുന്നില്ല. അതമ്മേ, ഗായുവിനൊരു ചേഞ്ച് വേണ്ടേ? ഇവിടെ ആയാലും ചെമ്പകശ്ശേരി ആയാലും കണക്കാം. ആനന്ദൻ്റെ ഉപദ്രവം കാണും. ഇതാവുമ്പോൾ ആരും അറിയുക പോലുമില്ല. അതുകൊണ്ട് അജോ വേഗം അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി. എന്നാലും ദേവ, ഒരു സഹായത്തിന് അമ്മ പിന്നെയും താല്പര്യമില്ലാതെ പറഞ്ഞു. സാരില്ല അമ്മേ, ശാരദയടത്തിയുണ്ട്, മോഹനേട്ടനുണ്ട്, എനിക്കറിയാത്ത നാടാണോ? ദേവൻ അമ്മയെ ചേർത്ത് പിടിച്ചു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അച്ഛനെയും അമ്മമ്മയെ ഓർത്ത് കരയാൻ തുടങ്ങാമെന്ന് ദേവന് തോന്നി. പൂമംഗലത്തെ പ്രതാപിയായിരുന്നെങ്കിലും 2 വർഷം മുൻപ് മരിക്കുന്നേരം അവർ തനിച്ചായിരുന്നു. ചെർപ്പളശ്ശേരി വിട്ട് അവർ വരാൻ ഇല്ല, എറണാകുളം വിട്ട് പോകാൻ അച്ഛനും ഒരുക്കമില്ലായിരുന്നു. അമ്മ ഒറ്റ മകളായിരുന്നു. നേരം കിട്ടുമ്പോൾ മുഴുവൻ അവരെ കാണാൻ പോയിക്കൊണ്ടിരുന്ന ദേവൻ മാത്രമാണ്. പക്ഷേ മരണത്തിലും അവരെ പിരിക്കാൻ കഴിഞ്ഞില്ല. അമ്മമ്മ മരിച്ചത് അറിഞ്ഞു അറ്റാക്ക് വന്ന് തന്നെ അച്ഛനും പോയി. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ മകളാണ് താനെന്നും അമ്മയ്ക്ക് എപ്പോഴും സങ്കടമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് ആര് പറഞ്ഞു ദേവ? ഗായുവിൻ്റെ ശബ്ദമില്ലാതെ ഇടറിയിരുന്നു. ഗായു, നീ ഒന്നും പറയണ്ട. അച്ഛന് ഞാൻ കൊടുത്ത വാക്കാണ്, തനിച്ചാക്കില്ലെന്ന്. നിൻ്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. ദേവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ഗായു, ഒരു മാറ്റം അത്യാവശ്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി നീ സമ്മതിക്കണം. നന്ദൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന നന്ദ. ഗായുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഹാ, എന്നാൽ നീ ഇവിടെ ഇരുന്ന് കരയി, ഉറക്കെ കരയടി. അതുകൊണ്ട് മാഷച്ചൻ സന്തോഷിക്കട്ടെ. ദേവൻ ചൂടായി. ദേവാ, നന്ദൻ താക്കീതോടെ വിളിച്ചു. അവൻ അങ്ങനെ പറയാൻ അറിയൂ, നമുക്ക് അറിഞ്ഞൂടെ ഗായു? അവനെ നീ ഒന്നും ആലോചിക്കേണ്ട, തയ്യാറായിക്കൊള്ളൂ, നമ്മൾ പോവണം. നന്ദൻ അവളെ തലയിൽ തഴുകി ആശ്വസിപ്പിച്ചു. അമ്മ റെഡിയായി വന്നതോടെ ദേവൻ അമ്മയെ കൊണ്ടുവിടാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പോൾ അമ്മയെ കാണാൻ തോന്നിയാലും വിളിക്കൂട്ടോ, അമ്മ വരാം, എൻ്റെ മോളെ തനിച്ചാക്കില്ല. ഗായുവിൻ്റെ നെറുകയിൽ മുകർന്നുകൊണ്ട് അമ്മ പറഞ്ഞു. ഈ പാവത്തിൻ്റെ ഗതി എന്താവുമോ എന്തോ. ജോയുടെ വാക്കുകൾക്ക് രൂക്ഷമായ നോട്ടമായിരുന്നു നന്ദൻ്റെ മറുപടി. ഞാൻ തിരികെ വന്നിട്ട് നീ വീട്ടിൽ പോയാൽ മതിട്ടോ, ദേവൻ ജോയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. വണ്ടിയിൽ നിന്നും തിരിഞ്ഞു നോക്കി അമ്മ മൗനമായി യാത്ര പറഞ്ഞു. അമ്മേ, വണ്ടി കുറച്ചു മുന്നോട്ട് നീങ്ങിയതും ദേവൻ വിളിച്ചു. എന്താ കുഞ്ഞാ? അത് പിന്നെ ഞാൻ ഇന്നലെ അച്ഛനുമായി വഴക്കിട്ടു. ദേവൻ അങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്ന ആവലാതിയോടെ പറഞ്ഞു. അച്ഛന് ഗായു വരുന്നത് ഇഷ്ടമല്ലല്ലേ? അതുകൊണ്ടാണ് കുഞ്ഞാ നീ ചെറുപ്പളശ്ശേരിക്ക് പോകുന്നേ? മനസ്സിലുള്ളത് അപ്പാടെ അമ്മ പറഞ്ഞതും അവൻ അതിശയത്തോടെ നോക്കി. സാരില്ല, ശരിയാവും. അച്ഛൻ ചിലപ്പോഴൊക്കെ അങ്ങനെയാ. നിസ്സാര മട്ടിൽ അമ്മ പറയുന്നത് കണ്ടതോടെ അവന് ധൈര്യമായി. അമ്മേ, അത് പിന്നെ ആ തലയ്ക്ക് വെളിവില്ലാത്ത പെണ്ണിനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കണേ, അവൻ ചമ്മലോടെ പറഞ്ഞു. അമ്മ കുസൃതിയോടെ തല ചെരിച്ചു നോക്കി. അതിന് നച്ചുവിനെ എനിക്കിഷ്ടമല്ലല്ലോ. തുടരും കഥയുടെ അടുത്ത ഭാഗം.